everyone, welcome to our channel Magnetrix. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് CBSE 9ാം ക്ലാസ്സിലെ മോഷൻ എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഷനുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ആയിരുന്നു. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ, വെലോസിറ്റി, ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇന്നത്തെ പാർട്ടിൽ പഠിക്കാനുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ, അല്ലെങ്കിൽ മോഷൻ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ എന്താണ്? ഗ്രാഫുകൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപാട് ഇവന്റുകൾ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ഗ്രാഫുകൾ യൂസ് ചെയ്യാറുണ്ട്. ഗ്രാഫിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗ്രാഫിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിക്കറ്റിൽ നോക്കിയാൽ പോലും സ്കോർസ് അറിയാനായിട്ട്, അല്ലെങ്കിൽ പെർ ഓവർ എത്ര റൺ എടുത്തു എന്ന് കാണിക്കാൻ അവർ ബാർ ഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാഫുകൾ യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റാസ് അനലൈസ് ചെയ്യാൻ വളരെ എളുപ്പമായത് കൊണ്ടാണ് ഗ്രാഫുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ മോഷൻ നമ്മൾ പഠിക്കുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആണല്ലോ. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ ഗ്രാഫ്സ് ആണ്. ഒരുപാട് ടൈപ്സ് ഗ്രാഫ് ഉണ്ട്, ബാർ ഗ്രാഫ് ഉണ്ട്, എങ്കിലും സ്ട്രൈറ്റ് ലൈൻ മോഷനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ ഗ്രാഫ്സ് ആണ്. അപ്പൊ ലൈൻ ഗ്രാഫ്സ് യൂസ് ചെയ്താണ് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ മോഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രാഫുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ്. ഡിസ്റ്റൻസ് ടൈം അല്ലെങ്കിൽ DT ഗ്രാഫ് എന്ന് നമുക്ക് പറയാം. DT ഗ്രാഫ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാല്, ഒരു ബോഡി ടൈമിനനുസരിച്ച് ഒരു ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. അപ്പൊ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എൻ ഒബ്ജെക്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഒരു ടൈമിനനുസരിച്ച് ബോഡി ഏതൊക്കെ പൊസിഷനിൽ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോഡിയുടെ പൊസിഷൻ ഏതെല്ലാം രീതിയിൽ ചേഞ്ച് ആവുന്നു എന്ന് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗ്രാഫാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ പ്രത്യേകത, നമുക്കറിയാം ഗ്രാഫ് ആകുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും കാണും. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ കേസ് നോക്കുവാണെങ്കിൽ എക്സ് ആക്സിൽ നമ്മൾ ടൈം ആയിരിക്കും എഴുതുന്നത് വിത്ത് ഇറ്റ്സ് യൂണിറ്റ്, ആൻഡ് വൈ ആക്സിസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് യൂസ് ചെയ്ത് ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നു. അതിൽ മെയിൻലി നമുക്ക് പഠിക്കേണ്ടത് 3 കേസസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ബോഡി അറ്റ് റെസ്റ്റ്. ഒരു ബോഡി റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് തന്നിരുന്നാൽ ആ ബോഡി റെസ്റ്റിലാണോ എന്ന് എങ്ങനെ അറിയാം, അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കേസ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് when the body is at rest. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബോഡി ഈസ് ഇൻ യൂണിഫോം മോഷൻ. ഒരു ബോഡി യൂണിഫോം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെയിരിക്കും. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നോൺ യൂണിഫോം സ്പീഡിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും. ഇതാണ് നമുക്ക് പഠിക്കേണ്ട 3 കേസസ്. അപ്പൊ ഒന്നാമത്തെ കേസ് നമുക്ക് നോക്കാം. ബോഡി അറ്റ് റെസ്റ്റ്. ബോഡി റെസ്റ്റിലിരിക്കുവാണെന്ന് പറഞ്ഞാല് ആ ബോഡി, നമുക്കറിയാം ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോഡിയുടെ പൊസിഷൻ എങ്ങനെയൊക്കെ ടൈം അനുസരിച്ച് ബോഡിയുടെ പൊസിഷൻ എങ്ങനെ ഏതെല്ലാം രീതിയിൽ ചേഞ്ച് ആകുന്നെന്ന് ഡിനോട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞു. ഇപ്പൊ ബോഡി റെസ്റ്റിലിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിന് അർത്ഥമാക്കുന്നത്? ബോഡിയുടെ പൊസിഷന് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. അതായത് ഈ ടേബിൾ ഡിനോട്ട് ചെയ്യുന്ന വെച്ചാൽ ടൈമിനനുസരിച്ച് ഒരു ബോഡി ഡിസ്റ്റൻസ് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. 0 സെക്കൻഡ് ആയിരുന്നപ്പോൾ ബോഡി ഏത് ഡിസ്റ്റൻസിലായിരുന്നു? 4 മീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു ബോഡി ഉണ്ടായിരുന്നത്. 1 സെക്കൻഡ് ആയപ്പോഴും ആ ബോഡി എത്ര മീറ്ററിലാണ്? 4 മീറ്ററിൽ തന്നെയാണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 2 സെക്കൻഡ് ആയപ്പോഴും ബോഡി 4 മീറ്റർ, 3 സെക്കൻഡ് ആയപ്പോഴും 4 സെക്കൻഡ് ആയപ്പോഴും ആ ബോഡി 4 മീറ്റർ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ബോഡി റെസ്റ്റിലാണ്, ബോഡിയുടെ പൊസിഷന് ചേഞ്ച് സംഭവിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്ത് നോക്കാം. ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിലെ എക്സ് ആക്സിൽ നമ്മൾ ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നു വിത്ത് ഇറ്റ്സ് യൂണിറ്റ്, ആൻഡ് വൈ ആക്സിൽ നമ്മൾ ഡിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ എപ്പോഴും ഏതൊരു ബോഡിയുടെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൊക്കേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു റെഫറൻസ് പോയിന്റ്, അതായത് ഒറിജിനൽ എന്ന് പറഞ്ഞ റെഫറൻസ് പോയിന്റ് യൂസ് ചെയ്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ O എന്ന് പറയുന്ന റെഫറൻസ് പോയിന്റ് എടുക്കുന്നു. എന്നിട്ട് ഞാൻ ടൈം പ്ലോട്ട് ചെയ്യുന്നു. 0 സെക്കൻഡ്സ്, 1 സെക്കൻഡ്, 2, 3, 4, 5, 6 സെക്കൻഡ്സ് ഞാൻ മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നു.
ചെയ്യാൻ പോവാണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഞാൻ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം. ആദ്യം 0 സെക്കൻഡ് ആയിരുന്നപ്പോൾ ആ ബോഡി എത്ര മീറ്ററിലായിരുന്നു? 4 മീറ്റർ. ഒറിജിൻ വിത്ത് റെസ്പെക്ട് ടു 4 മീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു ആ ബോഡി ഇനിഷ്യലി. അടുത്ത് 1 സെക്കൻഡ് ആയപ്പോൾ ആ ബോഡി 4 മീറ്റർ തന്നെയാണ്. 2 സെക്കൻഡ് ആയപ്പോഴും 4 മീറ്റർ തന്നെയാണ്. 3 സെക്കൻഡ് ആയപ്പോഴും 4 മീറ്റർ. 4 സെക്കൻഡ് ആയപ്പോഴും 4 മീറ്റർ. അപ്പോൾ ഞാൻ ഈ പോയിന്റ്സ് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ ഓൾവേസ് പാരലൽ ടു ദ ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ്. ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടൈം ആക്സിന് പാരലൽ ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിരുന്നാൽ, ഡിസ്റ്റൻസ് ടൈം തന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ആ ബോഡി റെസ്റ്റിലാണ്. ഒരു അതിന്റെ പൊസിഷനിൽ യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അപ്പൊ ഇതാണ് റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബോഡി യൂണിഫോം സ്പീഡിലായിരിക്കുമ്പോൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും നോക്കാം. ഞാൻ യൂണിഫോം സ്പീഡ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇവിടെ ടൈം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ടൈം 0 സെക്കൻഡ്സ് ആയിരുന്നപ്പോൾ ആ ബോഡി എത്ര മീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു? 0 ഡിസ്റ്റൻസ്. അതായത് യാതൊരു മൂവ്മെന്റും ആ ബോഡിക്ക് സംഭവിച്ചിട്ടില്ല. അത് ടൈം 1 സെക്കൻഡ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? ആ ബോഡി 2 മീറ്റർ മൂവ് ചെയ്തു. അടുത്ത 2 സെക്കൻഡ് ആയപ്പോൾ ബോഡി 4 മീറ്റർ മൂവ് ചെയ്തു. 3 സെക്കൻഡ് ആയപ്പോൾ 6 മീറ്റർ മൂവ് ചെയ്തു. 4 സെക്കൻഡ് ആയപ്പോൾ 8 മീറ്റർ മൂവ് ചെയ്തു. അപ്പൊ നമ്മൾ ടൈം ഇന്റർവെൽ നോക്കുവാണെങ്കിൽ 1 സെക്കൻഡ് വെച്ചാണ് കൂടിയിരിക്കുന്നത്. അതായത് ഈക്വൽ ടൈം ഇന്റർവെൽ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രാവലിന്റെ ഡിസ്റ്റൻസിന്റെ ഇന്റർവെൽ നോക്കുവാണെങ്കിൽ ആദ്യം 2 മീറ്റർ ട്രാവൽ ചെയ്തു, അടുത്ത വീണ്ടും ഒരു 2 മീറ്റർ ട്രാവൽ ചെയ്തു, അടുത്ത 2 മീറ്റർ ട്രാവൽ ചെയ്തു, വീണ്ടും 2 മീറ്റർ ട്രാവൽ ചെയ്തു. അതായത് ആ ബോഡി ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആ ബോഡി ത്രൂ ഔട്ട് ദ മോഷൻ യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഗ്രാഫിക്കലി ഞാനിത് പ്ലോട്ട് ചെയ്യാൻ നോക്കുവാണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ ടൈം എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ ആക്സിസിലും ആയിരിക്കും. ഇവിടെ ഞാൻ ഒറിജിൻ എടുത്തു. 0 സെക്കൻഡ്സ് ഒറിജിൻ എടുത്തു. 1 2 3 4 5. അടുത്ത ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തു. 2 4 6 8 10. അപ്പോൾ 0 സെക്കൻഡ്സിലെ ബോഡി 0 മീറ്റർ ആയിരുന്നു. അത് 1 സെക്കൻഡ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? ബോഡി 1 സെക്കൻഡ് ആയപ്പോൾ 2 മീറ്റർ മൂവ് ചെയ്തു. 2 സെക്കൻഡ് ആയപ്പോൾ അത് 4 മീറ്റർ മൂവ് ചെയ്തു. 3 സെക്കൻഡ് ആയപ്പോൾ അത് 6 മീറ്റർ മൂവ് ചെയ്തു. 4 സെക്കൻഡ് ആയപ്പോൾ അത് 8 മീറ്റർ മൂവ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടി. എങ്ങനെയായിരുന്നു ആ സ്ട്രൈറ്റ് ലൈനിന്റെ പാത്ത് എന്ന് പറയുന്നത്? ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അതിൽ നമുക്ക് പറയാൻ പറ്റും the displacement time, distance time graph of a body moving with a uniform speed will always be a straight line moving away from the both the axis. Time axis and distance axis away ദൂരേക്ക് മൂവ് ചെയ്യുന്ന ഒരു ലൈൻ ആയിരിക്കും യൂണിഫോം സ്പീഡിന്റെ okay, distance time graph for uniform speed will be a straight line going away from the both the axes. Okay, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഡിസ്റ്റൻസും ടൈമും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് പോകുന്നത്. അതായത് ടൈമിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ബോഡി മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും കൂടി വരുന്നു. ടൈം കൂടുന്തോറും ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും കൂടി വരുന്നു. അപ്പോൾ ഡിസ്റ്റൻസും ടൈമും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് യൂണിഫോം സ്പീഡിന്റെ കേസിൽ. അപ്പോൾ ഇതാണ് യൂണിഫോം സ്പീഡ്. ഒരു ബോഡി യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് യൂസ് ചെയ്ത് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ബോഡി ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ബോഡി ഏത് സ്പീഡിലാണ്, എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ യൂണിഫോം സ്പീഡിന്റെ കേസിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്പീഡ് കണ്ടുപിടിക്കുന്നത്. സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്നും നമുക്ക് സ്പീഡ് കിട്ടും. നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഒന്ന് കാണാമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റും ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇനി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എക്സ് ആക്സിന് പാരലായിട്ട് ഞാൻ ലൈൻ വരയ്ക്കും. അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും വൈ ആക്സിന് പാരലായിട്ട് ഞാൻ ഒരു പോയിന്റ് വരയ്ക്കുന്നു. അപ്പോൾ ഈ രണ്ട് ലൈനും കൂടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത് y കമ്പോണന്റ് ബൈ x കമ്പോണന്റ്. ഇതാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ
എടുക്കുകയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് y കമ്പോണന്റ് ഏതാണ്? ഇതിന്റെ y കമ്പോണന്റ് ബി സി ആണ്, എക്സ് കമ്പോണന്റ് എ സി ആണ്. അപ്പൊ ബി സി ബൈ എ സി എന്ന് പറയുന്നതായിരിക്കും ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എ എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ടൈം എത്രയാണെന്ന്. 3 സെക്കൻഡ് ആണ്. ഞാൻ ഇതിനെ T1 എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി സി എന്ന് പറയുന്ന പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ഇന്റർവെൽ എത്രയാണ്? 4 സെക്കൻഡ്സ് ആണ്. അതിനെ T2 എന്ന് റെപ്രസെന്റ് ചെയ്തു. അതുപോലെ എ എന്ന് പറയുന്ന പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് S1 6 മീറ്റർ ആണ്. അതുപോലെ ബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് S2 8 മീറ്റർ. T1 T2 എന്ന് പറയുന്ന ടൈം ഇന്റർവെല്ലിൽ ബോഡി മൂവ് ചെയ്ത ഡിസ്റ്റൻസ് S1 മുതൽ S2 വരെയാണ് അത് മൂവ് ചെയ്തത്. അപ്പൊ എന് കറസ്പോണ്ടിങ് T1, സിന് കറസ്പോണ്ടിങ് T2, എന് കറസ്പോണ്ടിങ് S1, ബിന് കറസ്പോണ്ടിങ് S2. ഓക്കെ, ഇനി നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണല്ലോ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. അപ്പോ സ്പീഡിനെ ഞാൻ ബി എന്ന് നോട്ട് ചെയ്യുന്നു. സ്പീഡ് ഓഫ് എ ബോഡി ബി. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഞാൻ ഈ T1 T2 എന്നൊരു ടൈം ഇന്റർവെൽ ആണ് എടുക്കുന്നത്. ആ ടൈം ഇന്റർവെല്ലിൽ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? S1 മുതൽ S2 വരെ ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് പറയാം 2 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് S2 മൈനസ് S1 ആണ്, ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. S1 മുതൽ S2 വരെ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് ഇത്രയുമാണ്. അതായത് T2 മൈനസ് T1 ടൈം ആണത് ട്രാവൽ ചെയ്തത്. അപ്പൊ ഡിസ്റ്റൻസും ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം, സോറി വെലോസിറ്റിയിലെ സ്പീഡ് ആണ് കേട്ടോ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് S2 മൈനസ് S1 ആണ്. ടൈം എന്ന് പറയുന്നത് T2 മൈനസ് T1 ആണ്. അപ്പൊ ഞാനിവിടെ വാല്യൂ നോക്കുവാണ്. സ്പീഡ് വെലോസിറ്റി അല്ല, സ്പീഡ് ആണ് കേട്ടോ. അപ്പൊ S2 മൈനസ് S1, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് S2 8 മീറ്ററും S1 എന്ന് പറയുന്നത് 6 മീറ്ററും ആണ്. അപ്പൊ S2 മൈനസ് S1 എന്ന് പറയുന്നത് 8 മൈനസ് 6 2 മീറ്റർ. അതുപോലെ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് T2 മൈനസ് T1 ആണ്. T2 4 സെക്കൻഡ്സും T1 3 സെക്കൻഡ്സും 4 മൈനസ് 3 1. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ബോഡി 2 മീറ്റർ പെർ സെക്കൻഡിന്റെ സ്പീഡിലാണ് ഈ ജേർണി കംപ്ലീറ്റ് ചെയ്തത്. അതായത് യൂണിഫോം സ്പീഡ് ആണല്ലോ ബോഡി മൂവ് ചെയ്യുന്നത്. അതായത് ത്രൂ ഔട്ട് ദ ജേർണി ഈ ബോഡിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ഫോർമുല എഴുതാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. സ്ലോപ്പ് എന്ന് പറയുന്നത് ബി സി ബൈ വൈ കമ്പോണന്റ് ബൈ എക്സ് കമ്പോണന്റ് എ സി ആണ്. അപ്പൊ ബി സി എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്, എ സി എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. അപ്പം 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഈ ബോഡിയുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ യൂണിഫോം സ്പീഡില് വരുന്നത്. ഇനിയിപ്പം ഈ ഒരു സ്ലോപ്പ് തന്നെ എടുക്കണമെന്നില്ല. ഏതൊരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സ്ലോപ്പ് എടുക്കുവാണെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മൾ ചെറിയ ട്രയാങ്കിൾ എ ബി സി ചെറിയ ട്രയാങ്കിൾ ആണല്ലോ കൺസിഡർ ചെയ്തത്. ഇപ്പൊ ഞാൻ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. ഈ ഒരു വലിയ ട്രയാങ്കിൾ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, ഈ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പൊ ഈ സി ഇവിടെ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബി സി സ്ലോപ്പ് എന്ന് പറയുന്നത് ബി സി ബൈ എ സി ആണ്. ഇവിടെ ബി സി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് 4ഉം സോറി സി എന്ന് പറയുന്നത് 4ഉം ഇവിടെ ബി സി എന്ന് പറയുന്നത് 8 മൈനസ് 4 ആണ്. ബി സി എന്ന് പറയുന്നത് ബി സി ബൈ എ സി ഞാൻ കണ്ടുപിടിക്കുകയാണ്, സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. വലിയ ട്രയാങ്കിളിന്റെ കേസിൽ ഞാൻ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ബി സി എന്ന് പറയുന്നത് 8 മൈനസ് 4 മീറ്ററും കറസ്പോണ്ടിങ് ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 2 മുതൽ 4 വരെ, അതായത് 2 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ബോഡിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഏതൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാലും ഈ രീതിയിലാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. വലിയ സ്ലോപ്പ്, വലിയ ചെറിയ ട്രയാങ്കിളോ വലിയ ട്രയാങ്കിൾ യൂസ് ചെയ്ത് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാവുന്നതാണ്. യൂണിഫോം സ്പീഡിന്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഓൾവേസ് മൂവിംഗ് അവേ ഫ്രം ടു ആക്സിസ്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന എന്താണ്? നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എ DT graph, slope of a distance time graph gives the speed of the body.
മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ബോഡി നോൺ യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. നോൺ യൂണിഫോം സ്പീഡ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് ബോഡി ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ ബോഡി യൂണിഫോം സ്പീഡ് ആയിരിക്കും. നോൺ യൂണിഫോം സ്പീഡ് ആയിരിക്കും, അതായത് സ്പീഡ് മാറിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്പീഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ബോഡിയാണ്. അതൊന്നും പറയാൻ പറ്റും, ഏത് രീതിയിലും പറയാൻ പറ്റും. അപ്പോൾ ബോഡി അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നതെങ്കിൽ ആ ബോഡി നോൺ യൂണിഫോം സ്പീഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ബോഡിയുടെ ഒരു ടൈം ഇന്റർവലും ഡിസ്റ്റൻസ് കവേർഡും ഒന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് 0 സെക്കൻഡ്സിലെ ബോഡി കവർ ചെയ്ത ഡിസ്റ്റൻസ് 0 മീറ്റർ ആണ്. അടുത്ത ഡിസ്റ്റൻസ് 2 സെക്കൻഡ് ആയപ്പോൾ, ടൈം 2 സെക്കൻഡ് ആയപ്പോൾ ആ ബോഡി ഒരു 1 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തു. അടുത്ത 4 സെക്കൻഡ് ആയപ്പോൾ ആ ബോഡി 4 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തു. അടുത്ത 6 സെക്കൻഡ് ആയപ്പോൾ ആ ബോഡി 9 മീറ്റർ കവർ ചെയ്തു. 8 സെക്കൻഡ് ആയപ്പോൾ 16 മീറ്റർ കവർ ചെയ്തു. ഇവിടെ ടൈം ഇന്റർവൽ ഈക്വൽ അല്ലേ, 2 സെക്കൻഡ്സ് വെച്ചല്ലേ ടൈം ഇന്റർവൽ വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ ആദ്യം ആ ബോഡി 1 മീറ്റർ ട്രാവൽ ചെയ്തു, പിന്നെ ആ ബോഡി 3 മീറ്റർ ട്രാവൽ ചെയ്തു, പിന്നെ 5 മീറ്റർ ട്രാവൽ ചെയ്തു. അതായത് അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ബോഡി നോൺ യൂണിഫോം സ്പീഡിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഗ്രാഫ് വരച്ച് നോക്കുവാണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്, നേരത്തെ വരച്ച പോലെ. ഡിസ്റ്റൻസ് അലോങ് y ആക്സിസ്, ടൈം അലോങ് x ആക്സിസ്. 2 4 6 ആണ് ടൈം ഇന്റർവൽ, അതുപോലെ തന്നെ എഴുതും. 2 4 6 8 10. ഞാൻ 5 10 15 എഴുതും. 5 10 15 20. ഇനി 0 സെക്കൻഡ്സ് ആയപ്പോൾ ആ ബോഡി മൂവ് ചെയ്ത് 0 മീറ്റർ. 2 സെക്കൻഡ് ആയപ്പോൾ ആ ബോഡി 1 മീറ്റർ മൂവ് ചെയ്തു. അവിടെ 5 ആയാണ് ഞാൻ 1 താഴെ റെപ്രസെന്റ് ചെയ്തു. അടുത്ത ആ ബോഡി 4 സെക്കൻഡ് ആയപ്പോൾ ആ ബോഡി 4 മീറ്റർ ട്രാവൽ ചെയ്തു. 6 സെക്കൻഡ് ആയപ്പോൾ ആ ബോഡി 9 മീറ്റർ ട്രാവൽ ചെയ്തു. 8 സെക്കൻഡ് ആയപ്പോൾ ആ ബോഡി 16 മീറ്റർ ട്രാവൽ ചെയ്തു. അതിനർത്ഥം നമ്മൾ ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കർവ്ഡ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഒരു ബോഡി നോൺ യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ലൈൻ ആയിരിക്കും. Distance time graph of a body we move with non-uniform speed will be always a curved line. Okay. ഇനി ഇതിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് ഈ നോൺ യൂണിഫോം സ്പീഡ് കണ്ടുപിടിക്കാം. നോൺ യൂണിഫോം സ്പീഡ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു കാർ പോവാണ്, ഒരു കാറിന്റെ ജേർണി നമ്മൾ പറയുവാണെങ്കിൽ, ഒരു കാറിന് ഒരിക്കലും ഒരു യൂണിഫോം ആയിട്ട് പോകാൻ പറ്റില്ലല്ലോ, ഒരു നിരത്തിലൂടെ പോകാൻ പറ്റില്ല. അത് എപ്പോഴും സ്പീഡ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള സ്ലോപ്പ് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു പോലെ അവിടെ പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്ത് ഇവിടെ ഈ കർവിനെ ജസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ അപ്രോക്സിമേറ്റ് ചെയ്ത് വരച്ച് നമുക്ക് ഇങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇവിടെ സ്ട്രൈറ്റ് ലൈൻ ഒക്കെ വരച്ച് വേണമെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു വാല്യൂ കിട്ടും. സ്ലോപ്പ് എന്ന് പറയുന്നത് സ്പീഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ആ ബോഡിയുടെ സ്പീഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആയിരിക്കും. ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ സ്ലോപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ബോഡിയുടെ ആ ഇൻസ്റ്റന്റിലുള്ള സ്പീഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നോൺ യൂണിഫോം സ്പീഡിലെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, അപ്പൊ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇതിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സ്പീഡ് കണ്ടുപിടിക്കും. ഓക്കെ. അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കേണ്ടത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.